അവിടെ പേജിന്റെ പോളിസി കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കാൻ പറ്റാതിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണും. അതിന് പോളിസി വായിച്ചാൽ കിട്ടും, ട്രൈ ചെയ്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതാണ്, ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ. പേജ് ഉണ്ടാക്കാം, പോസ്റ്റ് ഇടാം, ഇതിനെക്കുറിച്ച് ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് ലാർജ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാം. പൈസ മുടക്കി, ഹ്യൂജ് പൈസ മുടക്കി, അല്ലെങ്കിൽ ചെറിയ പൈസ ആയാലും മുടക്കി നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാം. അതാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾ കിട്ടണമെങ്കിൽ പുതിയ ടാബുമ്മ ക്ലിക്ക് ചെയ്യുക, പ്ലസ്. എന്നിട്ട് facebook.com/ads manager. ആഡ്സ് മാനേജർ ഒറ്റ വേർഡാണ് കേട്ടോ. ആഡ്സ് മാനേജർ, ഇറ്റ്സ് എ വൺ വേർഡ്. എൻ്റർ അടിക്കുക. I accept. Done. ഇവിടെ കണ്ടോ, ഇത് ഒന്ന് ഓരോ സ്റ്റെപ്പുകളുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും അത് എഴുതിയെടുക്കുക കേട്ടോ. facebook.com/ads manager. കണ്ടോ, റീച്ച് ദി റൈറ്റ് പീപ്പിൾ വിത്ത് ആഡ്സ് മാനേജർ, ഹെൽപ്പ് യുവർ ബിസിനസ് ഗ്രോ വിത്ത് ആഡ്സ് മാനേജർ. ഇതാണ് ഏറ്റവും സൂപ്പർ സാധനമാണ്. ഓക്കെ, ഇനി ഒന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. എഡ്യൂക്കേഷൻ, സർക്കാർ എഡ്യൂക്കേഷൻ കോഡ്. നെക്സ്റ്റ് അടിച്ചോ. ഇനി അടുത്ത് പേയ്മെന്റ് മെത്തേഡ്. ക്രിയേറ്റ് ഫേസ്ബുക്ക് റെപ്പേഴ്സ്. അല്ല, ഒരു മിനിറ്റ്, നിങ്ങളുടെ പേജ് നെയിം കൂടെ ഒരു സെക്കൻഡ്. യൂസ് ദ നെയിം ഓഫ് യുവർ ബ്രാൻഡ് ഓർ ബിസിനസ് ഓർ നെയിം ദാറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് ഈസ് യു പേജ്. പേജ് നെയിം നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളൂ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തോളൂ. ശരിക്കും നിങ്ങളുടെ പേരാണ് കൊടുക്കേണ്ടത്, കമ്പനിയുടെ ബിസിനസിന്റെ പേര്. ഓക്കെ, ഇനി കാറ്റഗറി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്റർനെറ്റ് കൊടുക്കുക, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കും കാണിക്കുക. ഡിജിറ്റൽ വന്നിട്ടുണ്ട് തോന്നും. ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ് കൊടുത്തുതരാം. ഇനി പൈ റൈറ്റ്സ് താഴേക്ക് താത്ത നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക. ഇഷ്ടമുള്ളൊരു പിക്ചർ കൊടുത്തു. താഴെ കണ്ട ആഡ് എ പ്രൊഫൈൽ പിക്ചർ, അവിടെ ക്ലിക്ക് ചെയ്യും. ക്രിയേറ്റ് പേജ്. അതായത് പേജിനെ ഇപ്പൊ പുതിയതായതുകൊണ്ടാണ് അത് പറ്റാത്തത്. ഒരുപാട് തവണ പേജിന്റെ പേര് മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞിട്ടേ കിട്ടും. അങ്ങനെയല്ല, അത് ഫസ്റ്റ് നമ്മൾ പേജ് ഉണ്ടാക്കുമ്പോൾ അത് ഒന്നും കൂടി ഇതാവാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ ആളുടെ അടുത്തും പേജ് ഉള്ളവരടുത്ത് പറഞ്ഞതിന്റെ കാരണം അതാ. ബാക്കി ആർക്കും ലാപ്ടോപ്പും ഇല്ല, മൊബൈലും ഇല്ല. സർ, ഒരു 5 മിനിറ്റ് തരുവാണെങ്കിൽ ഞാൻ. വേണ്ട, ഇത്ര നേരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഇനി അത് ഉപയോഗിക്കണ്ട. ശരി, അപ്പോ ഓൾറെഡി ഹാവ് എ ബിസിനസ് പേജ്. നിങ്ങൾക്ക് ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ശരി, ഞാനൊന്ന് വേറൊരു കാര്യം, നിങ്ങളെ കൊണ്ട് ഒരാൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് നിങ്ങൾക്കത് കിട്ടും. അതുകൊണ്ടാണ് ഒരാളോട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ ബേസിക് സ്റ്റെപ്പ് തൊട്ട് അറിയാൻ പറ്റും. നിങ്ങൾ എൻ്റെ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി കിടക്കണ എല്ലാം സെറ്റപ്പ് ചെയ്ത് കിടക്കണ അക്കൗണ്ടാണ്. അതിൽ ചെയ്യുന്നത് പോലെയല്ല, നിങ്ങൾക്ക് ഓരോ സെറ്റപ്പ് തൊട്ട് കിട്ടും. ഇനി നിങ്ങൾ എല്ലാവരും നാളെ വരുമ്പോൾ എങ്ങനെയാണ് എന്ന് എന്നോട് ചോദിക്കും. കാരണം നിങ്ങൾക്ക് അതിന്റെ ബേസിക് തുടക്കത്തിൽ കിട്ടണില്ല. എൻ്റെ വരുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ വേറൊരു കൂട്ടം നിങ്ങളെ പഠിപ്പിക്കാം എന്തായാലും കേട്ടോ. പേജ് ക്രിയേറ്റ് ചെയ്യാൻ സമയം എടുക്കോ? എന്തായിരിക്കും? പേജ് ക്രിയേറ്റ് ആയിക്കോളും, നിങ്ങൾ അതിന് ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു സെക്കൻഡിന്റെ കാര്യമുള്ളൂ. ഇനി നിങ്ങൾ വൺസ് പേജും കാര്യങ്ങൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തുടക്കത്തെ കിട്ടില്ല. നിങ്ങൾ തുടക്കത്തെ ആർക്കും വീഡിയോ കണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതിന്റെ ഇനീഷ്യൽ സെറ്റപ്പ് ഉണ്ട്. ഞാൻ അത് ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇനീഷ്യൽ സെറ്റപ്പ് കാണിക്കാൻ പറ്റില്ല. എൻ്റെ നേരെ ഇതാ വരാം. അതുകൊണ്ടാണ് ഇനീഷ്യൽ സെറ്റപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം പേജ് നെയിം സെലക്ട് ചെയ്യണം, ബിസിനസ് പേയ്മെന്റ് മെത്തേഡ് കിട്ടണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാം, കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് ടേമുകൾ പരിചയപ്പെടുത്താം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഈസിയാവും. നമ്മളിപ്പോ ചെയ്യുന്നത് പൈസ മുടക്കി, എല്ലാവരും ശ്രദ്ധിക്കട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നതാണ്, ഞാനായാലും അത് ഉപയോഗിക്കുന്നതാണ്. നിങ്ങളെ ഫ്യൂ സ്റ്റുഡൻസ് ഇത് കണ്ടിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്, ഇനിയും കുറെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, അതും ഇത് കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങളെ ടേമും സിസ്റ്റമായിട്ട് പരിചയമായി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ അത് ചെയ്തോളാം. ഒരു സിമ്പിൾ കാര്യമാണ്, പേടിക്കേണ്ട. അപ്പൊ നമ്മൾ പൈസ മുടക്കി നമുക്ക് ചെയ്യുന്ന കാര്യമാണ്, അതാണ് ആഡ്സ് മാനേജർ. പലതും ഉണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം, ആഡ്സ് മാനേജർ ഉണ്ട്, മെറ്റ ആഡ്സ് ഉണ്ട്, ബിസിനസ് സ്യൂട്ട് ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഓരോന്നോരോ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഒരു ചെറിയൊരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണത്. അത് നിങ്ങൾ ആദ്യം തന്നെ എഴുതി വെക്കുക. ക്യാമ്പയിൻ, ആദ്യം അക്കൗണ്ട് എന്ന് എഴുതാം. അക്കൗണ്ടിന്റെ താഴെ ക്യാമ്പയിൻസ്. ആദ്യം അക്കൗണ്ടിന്റെ താഴെ ക്യാമ്പയിൻസ്. ക്യാമ്പയിൻസിന്റെ താഴെ ആഡ് സെറ്റ്സ്. ക്യാമ്പയിൻസിന്റെ താഴെ ആഡ് സെറ്റ്സ്. ആഡ് സെറ്റിന്റെ താഴെ ആഡ്സ്. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ. അക്കൗണ്ട്, ക്യാമ്പയിൻ, ആഡ് സെറ്റ്സ്, ആഡ്സ്. അക്കൗണ്ട്, ക്യാമ്പയിൻസ്, ആഡ് സെറ്റ്സ്, ആഡ്സ്. ക്ലിയർ ആണല്ലോ? ഓർഡർ ക്ലിയർ ആണല്ലോ? അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്നത്, അതാണ് അക്കൗണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, ഈ അക്കൗണ്ടിലാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് അക്കൗണ്ട്. നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കി നമ്മൾ ക്യാമ്പയിൻസ് ചെയ്യാണ്. ക്യാമ്പയിൻസ് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങളത് എൻ്റെ ആഡ് കാണുന്നത് ഒരു ക്യാമ്പയിൻസ്. ഇനി വേണമെങ്കിൽ ഒരു ഓണം, ക്രിസ്മസ് വരുന്നു, അപ്പൊ ഞാൻ ക്രിസ്മസിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്യാം, അതാണ് ക്യാമ്പയിൻസ്. അതാണ് നമ്മളൊരു ഒരു പ്രൊജക്ട് ചെയ്യുന്നു, ഡിജിറ്റൽ മാർക്കറ്റിൽ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നു എന്ന അർത്ഥം. അപ്പൊ പുതിയൊരു ക്യാമ്പയിൻ ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യണം. ചൂസ് എ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്. ഈ 6 പോയിന്റ് നിങ്ങൾ എഴുതിയെടുക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, സെയിൽസ്. ക്ലിയർ ആണല്ലോ? അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, സെയിൽസ്. എന്താണ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കട്ടെ. ഇത് ഇവിടെയല്ല, നിങ്ങളൊരു മാർക്കറ്റിംഗ് പേഴ്സൺ ആണ്, നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർക്ക്. ഇത് ഇപ്പൊ ഞാൻ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റർക്ക് ഉള്ളതല്ല. അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാം മാർക്കറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുണ്ടോ? എവറിത്തിങ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ടേംസിലാണ് ഇതെല്ലാം. മാർക്കറ്റിംഗിലുണ്ട് എന്താണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓരോ മാർക്കറ്റിംഗിനും ഒബ്ജക്റ്റീവ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരുടെ വീഡിയോ കാണാനും പറയണേ, കണ്ടിട്ട് അഡ്മിഷൻ എടുക്കാവൂന്ന് പറയണത്. ഞാൻ ആരും മിസ്ഗൈഡ് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ്. നിങ്ങൾക്കായാലും ഫീൽ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ്, അബ്സല്യൂട്ട്ലി മാർക്കറ്റിംഗ് ആണ്. ഇപ്പൊ എൻ്റെ അടുത്ത് ഞാനിപ്പോ നമ്മുടെ ക്ലാസ്സിന് മുന്നേ ഞാൻ സുൽഫിയായിട്ട് സംസാരിച്ചായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതേ ടേസ്റ്റ് ആണല്ലോ. ഞാൻ ഒരാളത് പറഞ്ഞു, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. സുൽഫിക്ക് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ട്, അതായത് ഇത് മാർക്കറ്റിംഗ് ആണ്, മാർക്കറ്റിംഗ് എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അതാണ് ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ട്, കാരണം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ഞാൻ അതുകൊണ്ടാണ് എല്ലാവരെയും വീഡിയോ കാണിപ്പിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന നിങ്ങൾ വിശ്വസിക്കില്ല, 90% പിള്ളേർ വേറെ എന്തോ ജോബ് നോക്കിട്ട് പഠിക്കുന്നത്.
അതുകൊണ്ടാണ് ഇവിടുത്തെ 99% ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആർ നോട്ട് സക്സസ്ഫുൾ. ഇനിയും ആക്ച്വൽ മാർക്കറ്റിംഗ് പഠിക്കണ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമില്ല. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാനത് പറയുമ്പോൾ നിങ്ങൾ അയ്യോ എന്നെ കൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. എല്ലാം പോസിറ്റീവിൽ എടുക്കണം. നിങ്ങൾക്ക് ഒരുപാട് ജേർണി ഉണ്ട്. ഞാൻ ലണ്ടനിൽ MBA ഇത് ഒന്നും കൂടി മാർക്കറ്റിംഗിന്റെ ഡെപ്ത് പഠിക്കാനാണ് പോയത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോയതല്ല ഞാൻ. എന്റെ കോഴ്സ് MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റ് ആണ് അതിൽ 99% ടോപ്പിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. പഠിപ്പിച്ചത് എനിക്കറിയണ 100-100 അവിടെ പഠിപ്പിച്ചില്ല. പക്ഷെ എനിക്ക് മാർക്കറ്റിംഗ്, അതാണ് മാർക്കറ്റിംഗ് പഠിച്ചാൽ ഇത് ഫുൾ മാർക്കറ്റിംഗ് ആണ്. അവിടെ നമ്മൾ ഈ ടൂളുകൾ വണ്ടർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ടെക്നിക്കൽ പേഴ്സൺ ആയിട്ടാണ്. ഇപ്പൊ നമ്മുടെ സുൽഫിക്ക് കുറച്ചായിട്ട് ഞാനായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ആദ്യം ഡെവലപ്പർ ആയിരുന്നു, പിന്നെ ക്ലാസ് എടുക്കായിരുന്നു, പിന്നീടാണ് മാർക്കറ്റിംഗിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന് മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലായി. പിന്നെ കുറെ കൂടി ഡെപ്തിൽ പഠിച്ചു. എനിക്ക് ആ ജേർണി എന്നെ നല്ല രീതിയിൽ നടത്തി. ഓക്കെ. അപ്പൊ ഇതൊരു പക്ക മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഒരു ക്ലയന്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് പറയാണ് മാർക്കറ്റിംഗ് ചെയ്യണമെന്നാ പറയണേ. അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കണം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താ. പലതരം മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലവര് റോഡിലൂടെ അനൗൺസ് ചെയ്യാൻ ചിലവർ ആൾക്കാരെ അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അത് വേറൊരു മാർക്കറ്റിംഗ് ആണ്. ചിലർ അവയർനെസ് മാത്രം ക്രിയേറ്റ് ചെയ്യണം. ചിലവർക്ക് ഒരുപാട് വെറുതെ ട്രാഫിക് വന്നാൽ മതി. അപ്പൊ എന്താണ് അവരുടെ, ചിലവരുണ്ടാവും അവർ നിങ്ങളെ മാർക്കറ്റിംഗ് ചെയ്യണത് എനിക്ക് കുറച്ച് എൻക്വയറി വേണം, എനിക്ക് കുറച്ച് ബിസിനസ് വേണം എന്നായിരിക്കും അപ്രോച്ച് ചെയ്യുക. എൻ്റെ അടുത്തൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്ന ഒരു ക്ലയന്റാണ്. ഇവൻ എൻ്റെ അടുത്ത് വന്നു വർഷങ്ങൾക്ക് മുന്നേ. അന്ന് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അത്ര പോപ്പുലർ അല്ല. ഇന്ന് കേരളത്തിൽ അത് പോപ്പുലർ ആണ്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അപ്പൊ ആദ്യം തന്നെ ഒരു അവയർനെസ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവയർനെസ് ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നിട്ടാ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഒരുപാട് ജനം അറിയിക്കട്ടെ. അതാണ് അവയർനെസ് ക്യാമ്പയിൻ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇതൊരു ജേർണി പോലെ ചെയ്യണ്ടേ. തുടക്കം തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് റിസൾട്ട് കിട്ടുന്നതല്ലത്. മാർക്കറ്റിങ്ങിന് ഓരോ സ്റ്റെപ്പ് ഉണ്ട്. അതാണ് മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയും. ആദ്യം നമ്മൾ പല കാര്യങ്ങൾ ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസുകൾ പലരും പറഞ്ഞു നിങ്ങൾ ചിലവരുണ്ട് ഏജൻസിനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏജൻസി ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും മാറാണ്. അത് മാറ്റരുത് നിങ്ങൾ. ക്ലിയർ? അപ്പൊ ഇതൊരു ചിലവരുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരുപാട് സ്കോപ്പ് ഉള്ളതുകൊണ്ട് ചിലവർ അങ്ങോട്ട് തുടങ്ങും. പൈസ മുടക്കി ആഡ് ചെയ്യും. ഒറ്റ പിള്ളേരെയും കിട്ടില്ല. അതിനൊരു ജേർണി ഉണ്ട്. അത് പല കാര്യങ്ങളും ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് പോകുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു ക്ലയന്റ് വരുമ്പോ അവരുടെ അടുത്ത് ചോദിക്കണം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താ. ചിലവരുടെ ഒബ്ജക്റ്റീവ് ആയിരിക്കും എൻ്റെ വീഡിയോസിന് കുറെ വ്യൂസ് കിട്ടണം. ചിലർ അങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. അപ്പൊ വീഡിയോസിന് വ്യൂസ് കിട്ടണമെങ്കിൽ അതിന് മാത്രമേ വേറൊരു മെത്തേഡ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കും. ചിലവർ പറയും എനിക്ക് അവയർനെസ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനാ. ചിലവർ പറയും എനിക്ക് ട്രാഫിക് ആണ്, എൻ്റെ സൈറ്റിലേക്ക് വിസിറ്റർ വരണം. ചിലവർ പറയും എൻക്വയറി വരണം. ചിലവർ പറയും എൻ്റെ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനോ ബാനറിനോ എൻഗേജ്മെന്റ് കിട്ടണം. എന്താണ് എൻഗേജ്മെന്റ് നിങ്ങളെ പഠിപ്പിച്ചായിരുന്നില്ല. ചിലവർ പറയും എനിക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, അത് പ്രൊമോട്ട് ചെയ്യാനാണ്. അപ്പൊ എന്താണ് ഗോൾ, എന്താണ് അവരെ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കണേ എന്നുള്ളത് നിങ്ങൾ ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കണം. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഒരു മാർക്കറ്റിംഗ് ആണ്. അപ്പൊ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വിജയിക്കൂ. ഇതുവരെ പറഞ്ഞത് ആർക്കെങ്കിലും ക്ലിയർ ആയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തും ചോദിക്കാം. നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഒന്നും കൂടി ടെൻഷനായോ? ഒന്നുമില്ല? ഇല്ല സർ. ക്ലിയർ ആണോ? അതെ അതെ. സുൽഫി ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ ആണ്. ഹൃദിക് സാറേ ഒന്നുകൂടി
ഒന്നുകൂടി പറഞ്ഞു തരാൻ പറ്റിയത്? കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ആയില്ല. പേടിക്കണ്ട, വീഡിയോ കണ്ടാൽ മതി. ഓക്കെ. അതാണ് നിങ്ങളുടെ ഇന്റർനെറ്റ് ക്ലാസ്. ഇപ്പുറത്തെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വീഡിയോ കാണാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. റെക്കോർഡറാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ട് ചോദിക്കാം. ഓക്കെ, അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇന്നലെ 12 മണിക്കുള്ളിൽ അയച്ചു തരാം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ നിങ്ങള് ഇതിന്റെ ഒരു ആക്ച്വൽ സിസ്റ്റം അറിയാണ്ട് നിങ്ങൾ ചെയ്ത് വിജയിക്കില്ല. പണ്ട് എന്തെങ്കിലും ചെയ്ത് വിജയിക്കും, നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് ക്ലയന്റ് ആയി ചെയ്യുന്ന 10 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ 15 ആഡ് കാണാം. കാരണം ഒരാൾ തന്നെ 2-3 പലതരം ക്യാമ്പയിൻസ് ചെയ്യണം. അത്ര കോമ്പറ്റീഷനാ മാർക്കറ്റ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞാൻ സെയിൽസിന്റെ ടോപ്പിക് വരെ എടുക്കുന്നതിന്റെ കാരണം എനിക്കറിയാം ഇതിന്റെ ഭാഗമാണ് സെയിൽസ്. ഇത് കേരളത്തിലെ ലോകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിപ്പിക്കുന്നില്ല സെയിൽസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാണിച്ചു തരാൻ പറ്റില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കൂടെ സെയിൽസും കൂടി പഠിപ്പിക്കുന്ന ലോകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. ഡേറ്റ ഡ്രിവൺ കുറച്ചും കൂടി ഒക്കെ പുറത്തൊക്കെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയത്. ഡേറ്റ അനാലിറ്റിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന പുറത്തെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടാണ് അങ്ങനെ ഒരു കോഴ്സിലേക്ക് വന്നത്. പക്ഷെ സെയിൽസ് പഠിപ്പിക്കുന്ന ആരുമില്ല. അപ്പൊ ഇനിയുള്ള കാലഘട്ടം നിങ്ങൾക്ക് പിടിക്കണമെങ്കിൽ സെയിൽസും കൂടി പഠിക്കണം. ഇപ്പൊ നമ്മുടെ സുൽഫി സെയിൽസിന്റെ ആള് സെയിൽസ് പഠിച്ചു, പക്ഷെ ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി പഠിക്കണം. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയണവരാണെങ്കിൽ സെയിൽസും കൂടി പഠിക്കണം. അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമുക്ക് തന്നെ ഒരു ഡേറ്റ എടുക്കാൻ പറ്റും. ഈ ഡേറ്റയെ നമുക്ക് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്. അതിന്റെ അപ്പുറത്തേക്ക് ലോകത്തൊന്നുമില്ല. നിങ്ങളൊരു കമ്പനിയിൽ നിങ്ങൾ തന്നെ പറയണം ഞാൻ ഡേറ്റ എടുത്തോളാം, ഞാൻ തന്നെ കൺവേർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നിങ്ങളവിടെ റെഡ് കാർപ്പറ്റ് വെൽക്കം ആയിരിക്കും. ഇതിലും വലുത് നിന്നിട്ടുള്ളേ. പക്ഷെ അത്ര നോളജ് വരുമ്പോ എന്ത് ചെയ്യുന്ന അറിയാമോ? പറയാൻ ആർക്കെങ്കിലും? പറയൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓ, നിങ്ങളൊക്കെ മനസ്സിലായി. എന്ത് ചെയ്യും? അത്ര നോളജ് വന്ന ആൾക്കാർ എന്ത് ചെയ്യും? സ്റ്റാർട്ടപ്പ് തുടങ്ങും. വെരി ഗുഡ് ഹൃദിക്, വെരി ഗുഡ്. നമുക്ക് തന്നെ ഡേറ്റ എടുക്കാം, നമുക്ക് തന്നെ കൺവേർട്ട് ആവുന്ന, പിന്നെ നമ്മൾ വേറെ ബിസിനസ് തുടങ്ങാം നമുക്കത്. അതാണ് ഓണ്ടർപ്രണർഷിപ്പ്. അതാണ് ഒരു ബിസിനസ്മാന് വേണ്ടത്. അവൻ തന്നെ അറിയാം ഡേറ്റ എടുക്കാൻ, അവന് കൺവേർട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പ്രൊഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവൻ തന്നെ അറിയാം എന്ത് ചെയ്യണം, ഡേറ്റ എടുക്കാനാണ് ക്ലോസ് ചെയ്യാനറിയാം. ഹൃദിക്, വെരി ഗുഡ്. ക്ലിയർ ആയോ? ഞാൻ പറയണ ചിലവർക്കുണ്ട് ജോലിക്കായിരിക്കും താല്പര്യം. ബിസിനസ് എന്ന് പറഞ്ഞ വേറെ ഗെയിമാണ്. ഞാൻ വീണ്ടും പറയാണ്, ബിസിനസ് എന്ന് പറഞ്ഞ വേറെ ഗെയിമാണ്. നിങ്ങൾക്ക് ഇത്തരം സ്കില്ലുണ്ടോ? നിങ്ങൾക്ക് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനി നിങ്ങളെ റെഡ് കാർപ്പറ്റ് വെൽക്കമാണ്. ഞാൻ പറയണ ഇങ്ങനത്തെ സ്കില്ലുള്ള ഇന്ത്യയിൽ ലോകത്ത് ആരുമില്ല. മീൻസ് ആരുമില്ലാന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ജോലിയായിരിക്കും. നിങ്ങൾക്ക് ഇത്ര അറിയാം. നിങ്ങൾ എന്നെ ഒരു വിളിച്ചിട്ട് പറയാണ്, സാറേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡേറ്റ ഞാൻ എടുത്തോളാം, പ്ലസ് ആ ഡേറ്റനെ ഞാൻ തന്നെ കൺവേർട്ട് ചെയ്തോളാം. ക്ലിയർ ആയാലോ? അപ്പൊ ഞാൻ ആ സെയിൽസിന്റെ നമ്മുടെ ആ ടോപ്പിക് എടുക്കുന്ന ഞാൻ അതിന്റെ ഒരു സാമ്പിളാണ് സുൽഫിക്ക് അയച്ചു കൊടുത്തായിരുന്നത്. ആളാ ഫീൽഡിലുള്ളതുകൊണ്ട് ഞാൻ വെറുതെ അയച്ചു കൊടുത്തത്. നമ്മൾ അതിനെ കുറിച്ച് ലൈവ് സെഷൻസ് എടുക്കുക. 2-3 ദിവസത്തെ ക്ലാസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അത്ര സ്കില്ലുകൾ നിങ്ങൾക്ക് കിട്ടണം. അതുപോലെ ഡേറ്റ അനാലിസിസിന്റെ സ്കിൽ എല്ലാം നിങ്ങൾക്ക് വരും ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഒരു ക്ലയന്റ് വരുമ്പോൾ ഇതിന് ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങളുടെ ആവശ്യം എന്താ? അത് നിങ്ങളാണ് മാർക്കറ്റർ. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ അല്ല, നിങ്ങൾ മാർക്കറ്റിംഗ് പേഴ്സൺ ആണ്. നിങ്ങളാണ് അവരോട് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഒബ്ജക്റ്റ് എന്താ. ആ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. മൊത്തം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ പലതരം ഒബ്ജക്റ്റീവ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയെടുക്കാൻ പറഞ്ഞത്. ഒന്നാണ് അവയർനെസ് ക്യാമ്പയിൻ. ഇത് എഴുതിയിരിക്കണം. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ അറിയാം, ബുക്കിൽ തന്നെ എഴുതാന്ന് പറഞ്ഞു. അവയർനെസ് ക്യാമ്പയിൻ, ട്രാഫിക് ക്യാമ്പയിൻ, എൻഗേജ്മെന്റ് ക്യാമ്പയിൻ, ലീഡ് ക്യാമ്പയിൻ,
ആപ്പ് പ്രൊമോഷൻ ആൻഡ് സെയിൽസ്, നമ്മളിതൊക്കെ പഠിക്കും. അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണേ. നമുക്ക് പലതരത്തിലുള്ള അവയർനെസ്സിനൂടെ കാണിച്ചിട്ടുണ്ട്. അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, റീച്ച്, ഷോ യുവർ ആഡ്സ് ടു പീപ്പിൾ ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു റിമെമ്പർ ദം. നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെ കാണിച്ച് കാണിച്ച് നമ്മൾ അവരുടെ മെമ്മറിയിൽ കയറ്റുന്നത്. റീച്ച് ഉണ്ട്, reach the maximum number of people who may be interested in your brand. Reach people who are more likely to remember your brand. Video, reach people who are more likely to watch your video. Reach use physical location for a business. ഇതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ അവയർനെസ് എടുത്തു, കണ്ടിന്യൂ. കണ്ടോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ക്യാമ്പയിൻ, ആഡ് സെറ്റ്. അതാണ് ഞാൻ ചില ടേമുകൾ ഉണ്ട്, ഇത് എവിടെ എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടത്. ക്രിസ്റ്റൽ ക്ലാരിറ്റി വേണം അതിന്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി ആണ്. എൻ്റെ അടുത്ത് പഠിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ജോബ് അന്വേഷിച്ച് എൻ്റെ അടുത്ത് വരാറില്ല. ഒറ്റ കുട്ടിയും വരാറില്ല. വന്നവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പൊ തന്നെ ഉണ്ട് 8-10 വേക്കൻസീസ്. എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണോ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നു? ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ റിവ്യൂ, എനിക്കാണ് എക്സ്ക്ലൂസീവ് ജോബ് സൈറ്റ്. അപ്പൊ അങ്ങനത്തുള്ള കമ്പനികളിലാണ് ജോബ്സ് ഈ സ്റ്റുഡൻസ് ചെല്ലും. ഞാൻ ആ സെയിൽസിന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സുൽഫി അത് കേട്ടോന്നറിയില്ല. നിങ്ങളായാലും ഒരു ചില സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചൂസ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കൂല. ജോബ് കിട്ടുന്ന കമ്പനി പറഞ്ഞിട്ട് കാര്യമില്ല, ജോബ് അവിടെ ചെല്ലുന്നതാണോ അതൊക്കെ നോക്കിയിട്ട് വേണം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അക്കൗണ്ട് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ഞാൻ ലോഗിൻ ചെയ്തു. ഇവിടെയാണ് ക്യാമ്പയിൻ നെയിം. കണ്ടോ, ക്യാമ്പയിൻ നെയിം. ഇപ്പൊ ഞാൻ എഴുതുന്നത് ഒരു ടെസ്റ്റിംഗ് അവയർനെസ് ക്യാമ്പയിൻ. ഇവിടെ മുകളിൽ കണ്ടോ, ഇത് ക്യാമ്പയിന്റെ പേര് ആഡ് സെറ്റ് ആഡ്. ഓർഡർ മനസ്സിലാക്കാനാണ് ഞാൻ വീണ്ടും വീണ്ടും അത് കാണിച്ചു തരണേ. ക്യാമ്പയിന്റെ പേര് കൊടുത്തു, താഴേക്ക് വരാം. ബാക്കിയുള്ളതൊക്കെ പിന്നീട് പറയാം. താഴേക്ക് വരാം. ഇനി നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അടുത്തത് എന്ത് ഭാഗമായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റോ? ആഡ് സെറ്റ്. അടുത്തതാണ് ആഡ് സെറ്റ്. ആഡ് സെറ്റിന്റെ പേര് കൊടുക്കാം. ഇവിടെയാണ് ഫേസ്ബുക്കിന്റെ പേജ് സെലക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പേജ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? കണ്ടിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുതിയ പേജ് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് ഞങ്ങളെ കാണിച്ചു തരാം. പേടിക്കേണ്ടതൊക്കെ സിമ്പിൾ ആണ്. സിമ്പിൾ മേൽ സിമ്പിൾ ആണ്. ഞാൻ അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ അത് വീണ്ടും പറയണം. ഞാൻ ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ തുടക്കം പറഞ്ഞത് ഒരു ക്ലാരിറ്റി കിട്ടാനാണ്, നിങ്ങളുടെ ഡയറക്ഷൻ റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകാനാണ്. നമ്മൾ പഠിക്കുന്നത് ടൂളാണ്. ഇപ്പൊ ഇവിടെ ക്യാമ്പയിൻ, ആഡ് സെറ്റ് ടൂള് പഠിച്ചതുകൊണ്ട് നിങ്ങൾ വിജയിക്കില്ല. നിങ്ങൾക്ക് സ്ട്രാറ്റജി വേണം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ടൂളും സ്ട്രാറ്റജിയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാമോ? എനി ഐഡിയ? പറയൂ. ഇല്ല സർ. ആരില്ല പറഞ്ഞു? ആരാ പറഞ്ഞേ? ഞാനാ ശ്രുതി. ശരി, എന്ത് സ്ട്രാറ്റജി ആണെന്ന് എക്സാം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് പഠിക്കാൻ പോകുന്നത്. അറിയാണെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നതാണ്. നിങ്ങളുടെ ഇന്ററാക്ട് നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് വരാനും ക്ലാരിറ്റി വരാനും ചോദിക്കുന്നതാണ്. നിങ്ങളിത് ഞാനും കുറെ കാര്യങ്ങൾ പഠിക്കും. എനിക്കത് അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് തന്നെ എടുക്കുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ടൂൾ പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്യണത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു സ്ട്രാറ്റജി കൊടുക്കുന്നതാണ്. ഡെമോ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കും.
അപ്പൊ ഞാൻ ആഡ് ക്രിയേറ്റ് ചെയ്യാണ്, ഫ്രീ ഡെമോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡെമോ ക്ലാസ്, രജിസ്റ്റർ നൗ. ദാറ്റ് ഈസ് വൺ സ്ട്രാറ്റജി. അതുവഴി എനിക്ക് ഡേറ്റ കിട്ടി. ക്ലിയർ? ഇനി ഞാൻ വേറൊരു സ്ട്രാറ്റജി കൊടുക്കാറുണ്ട്. നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്താൽ മൊബൈൽ ആപ്പ് 5000 വർത്ത് മൊബൈൽ ആപ്പ് ഫ്രീ. കാരണം ദാറ്റ് ഇസ് അനദർ സ്ട്രാറ്റജി. ഇതൊരു മാർക്കറ്റിംഗ് പേഴ്സണ് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രാറ്റജി. ടൂളുകൾ നിങ്ങൾ പഠിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൂള് പഠിച്ച് എന്തെങ്കിലും ചെയ്ത് വിജയിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ മാർക്കറ്റിൽ പഠിക്കുന്ന 99% ആൾക്കാർക്ക് സ്ട്രാറ്റജി അറിയില്ല, ടൂൾ അറിയാം. ടൂളും കൊണ്ട് അവർ അതൊക്കെ ചെയ്ത് ആടൊക്കെ സെറ്റ് ചെയ്യും. ഇനി അത് വന്ന് എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല, എങ്ങനെ അതാണ് സ്ട്രാറ്റജി ഉണ്ടായാലും നിങ്ങൾക്ക് അത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം, എന്തൊക്കെ സ്ട്രാറ്റജി, എന്താണ് മാർക്കറ്റിലെ ഡിമാൻഡ്, എന്താണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഡിമാൻഡ്, എങ്ങനെ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യാം, അതറിഞ്ഞാലാണ് നമ്മുടെ ആഡ്, എങ്ങനത്തെ ആഡ് ഉണ്ടാക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാൻ വളരെ ഒരു ഇത് പറയാം. ഇപ്പൊ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഹൃതിക്കും സുൽഫി നമ്മുടെ പുതിയ ആഡ് കണ്ടിട്ട് വന്നതാണ്. ആ ആഡിനൊരു പ്രത്യേകതയുണ്ട്. ആ ആഡിൽ ആ കുട്ടീനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേക്കാണ്. അത് ഞാൻ പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്നുണ്ടാക്കിയിട്ട് ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ അതിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ അത് ആരും അങ്ങനത്തെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു ആഡ് മാർക്കറ്റിൽ കാണില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? അവർക്ക് നല്ല എക്സ്പെർട്ട് അല്ല പഠിപ്പിക്കുന്നത്, വെറും ട്രെയിനർമാരാണ് പഠിപ്പിക്കുന്നത്. അവർ ഇൻഫ്രാസ്ട്രക്ചറുകൾ കാണിച്ച് നമ്മൾ അട്രാക്ട് ചെയ്യാണ്. നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ കണ്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് 5 മാസം പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ട്രെയിനർ ആയിരിക്കും പഠിപ്പിക്കണേ. ശരിയാണോ അല്ലയോ? ശരിയാണ് സർ. എല്ലാ കേസിലും ഞാൻ പറഞ്ഞു, ഞാൻ ജനറൽ കേസിൽ പറഞ്ഞതാണ്. അപ്പൊ അത് മാർക്കറ്റിൽ ഞാൻ അത് പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടീനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ ഒരു എക്സ്പെർട്ടിന്റെ അടുത്ത് വേണം. എൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു എക്സ്പെർട്ട്, ഏത് സ്ഥാപനത്തിൽ എക്സ്പെർട്ട് ഉണ്ടോ അവിടെ നിന്ന് തന്നെ പഠിക്കണം. അതും പ്രാക്ടിക്കലോടുകൂടി പഠിക്കണം. അതും ലേറ്റസ്റ്റ് ടോപ്പിക് ഉണ്ടാവണം. ഇങ്ങനെയാണ് ഈ 3 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കിയതാണ്. എങ്ങനെ ഞാൻ ഉണ്ടാക്കി? മാർക്കറ്റിലെ ആൾക്കാരുടെ ആവശ്യങ്ങളും കുട്ടികളുടെ ഫീഡ്ബാക്കുകളും മാർക്കറ്റ് ഞാൻ മനസ്സിലാക്കിയിൽ നിന്ന് ഉണ്ടാക്കിയ സ്ട്രാറ്റജി. അത് നന്നായിട്ട് വർക്കിംഗ് ആണ്. എൻ്റെ സൂപ്പർ വർക്കിംഗ് ആണ് ആ സാധനം. എനിക്ക് വന്ന എൻക്വയറിക്ക് കണക്കില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണത്. കാരണം അത് പ്രോസസ് ചെയ്യണം. ക്ലിയർ ആയോ? ഇപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ആടൊക്കെ ഉണ്ട്, ഇന്നും ലൈവാണ് ആഡ്. ഞാൻ പറഞ്ഞ ഐഡിയ കിട്ടും. അതാണ് സ്ട്രാറ്റജി. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ഒരു ബാനർ ഉണ്ടാക്കി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ജോയിൻ നൗ, നോബഡി വോണ്ട് റെസ്പോണ്ട്. ആ കാലഘട്ടം പോയി. പണ്ട് അത് വർക്ക് ആവായിരുന്നു. കാരണം 10 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ 2 പേരെ ഡിജിറ്റൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, 10 പേരുണ്ടെങ്കിൽ 15 ആഡാണ് കാണാൻ. അപ്പൊ എല്ലാരിൽ നിന്ന് നിങ്ങൾ പ്രത്യേകം നിൽക്കണമെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ശരിയാണോ? ക്ലിയർ? വെരി ഗുഡ്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് കണ്ട. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പക്ക ഡെവലപ്പർ ആയിരുന്നു. വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആയിരുന്നു. ഞാനത് എൻജോയ് ചെയ്ത ഒരാളാണ്. സ്റ്റിൽ ഞാനത് എൻജോയ് ചെയ്യുന്നതാണ്. പക്ക ഡെവലപ്പർ. കോഡിംഗ് ആയിരുന്നു എൻ്റെ പണി. ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കോഡിങ്ങിൻ്റെ വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് പക്ക മാർക്കറ്റിംഗ് ആണ്. പക്ഷെ എന്നെ കോഡിംഗ് പഠിച്ച് തന്നെ ഇതിന്റെ ഡെപ്തിലേക്ക് പോകാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നെ ശരിക്കും ഡെപ്തിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്തു. ശരിക്കും ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇതുമാത്രം കാര്യങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്ക് ടെക്നോളജി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയാം. മാർക്കറ്റിംഗ് സാധനം ഞാൻ വർഷങ്ങൾ എടുത്തിട്ട് പഠിച്ച സാധനമാണ്. കാരണം ഐ വാസ് നോട്ട് എ മാർക്കറ്റിംഗ് പേഴ്സൺ. ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതിന് ട്രിക്ക് കിട്ടിയത്. എനിക്ക്
ഓ ഇത് മാർക്കറ്റിംഗ് ആണ്, മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു മാർക്കറ്റിംഗ് ആണ് അൾട്ടിമേറ്റ്. ഞാൻ ഡെവലപ്മെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ട് പറഞ്ഞേ, ഡെവലപ്പേഴ്സ് എന്നിട്ട് ഇങ്ങനെ എന്താ സാധനം ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കാന്നാണ്. മാർക്കറ്റിംഗ് സാധനം കോടികളുടെ ആൾക്കാർ ആവർത്തിച്ച് ബിസിനസ് ഉണ്ടാക്കുന്ന ലോകം തന്നെ കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ആണ് അൾട്ടിമേറ്റ്. മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ എല്ലാമാണ് മാർക്കറ്റിംഗ്. അതുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു ഓണറാണ്. ഇറ്റ്സ് എ ബിഗ്ഗർ ദാൻ ഓണറാണ്. കാരണം അവനാണ് എല്ലാ ബിസിനസ്സും കൊണ്ടുവരാം. അവനാണ് വെബ്സൈറ്റ് ഡെവലപ്പറെ കൺട്രോൾ ചെയ്യുന്നത്, കണ്ടന്റ് റൈറ്ററെ കൺട്രോൾ ചെയ്യുന്നത്, ഡിസൈനറെ കൺട്രോൾ ചെയ്യുന്നത്, അക്കാഡമിക് കൗൺസിലറെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആര് പറഞ്ഞാൽ അവർക്ക് മാത്രമേ അടുത്ത ലെവലിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഇവരെല്ലാവരുടെയും കൺട്രോൾ ഇവരെ ചെയ്യണം. അവൻ പറയാണ്, ഒരു കണ്ടന്റ് എഴുതിയിട്ടു, നല്ല റൈറ്ററാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിച്ച് 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള കണ്ടന്റ് റൈറ്റർ ഒക്കെ അവൻ എഴുതിയിട്ടു. ഡിജിറ്റൽ മാർക്കറ്റർ പറയും ഈ സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് എൻക്വയറി കിട്ടില്ല എന്ന് പറയാണ്. മുതലാളി അപ്പൊ തന്നെ പറയും എടുത്ത് മാറ്റാൻ പറയും. കാരണം എൻക്വയറി ആണ് എവറിത്തിങ്. പോയിന്റ് മനസ്സിലായോ? ഒരാൾ ഡിസൈൻ ചെയ്ത് കൊണ്ടിട്ടു, ഡിജിറ്റൽ മാർക്കറ്റർ പറയാണ് ഈ ഡിസൈൻ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് ഇംപ്രസ് ചെയ്യണില്ല, ഈ ഡിസൈൻ കാരണം നമുക്ക് എൻക്വയറി വന്നില്ല, ഈ ഡിസൈൻ ഇങ്ങനെ ആക്കണം. അപ്പൊ തന്നെ അവനിട്ട്. അതാണ് ഡിജിറ്റൽ മാർക്കറ്ററിന്റെ പവർ. സൈറ്റ് ലോഡ് ആവണല്ലോ, സൈറ്റ് ടേക്കിംഗ് ടു മച്ച് ടൈം. ഈ സൈറ്റ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല, നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റണം. അതാണ് എവറി ഏരിയ. ക്ലിയർ ആയി? അതാണ് ഡിജിറ്റൽ മാർക്കറ്റ് ഹെഡാണ്. നിങ്ങൾക്ക് ഇതിന്റെ പവർ ആർക്കും അറിയില്ല. സത്യത്തില് നിങ്ങളാണ് ബിസിനസ് കൊണ്ടുവരേണ്ടത്. ബിസിനസ് കൊണ്ടുവരാൻ പറയണവർ കേൾക്കും, ഓഫീസിലുള്ളവരും കേൾക്കും, മുതലാളിയും കേൾക്കും. കാരണം ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സർവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇൻക്ലൂഡിങ് മുതലാളി. ക്ലിയർ ആയോ? അപ്പൊ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ ഞാൻ പറഞ്ഞ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മളിവിടെ അടുത്തത് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നിങ്ങളുടെ പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ കണക്ട് ചെയ്യണം, അതൊക്കെ കാണിച്ചു തരാം, നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേജ് ഇവിടെ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പല പേജിലും ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത എല്ലാ പേജുകളും വരും, കണ്ടോ? എന്തൊക്കെ പേജ് ഉണ്ട് എല്ലാ പേജിലും ഇവിടെ കാണിക്കും. ഇപ്പൊ നമ്മുടെ ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ആ പേജ് സെലക്ട് ചെയ്യണം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഏരിയ ഉണ്ട്. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. ഒന്ന്, ഓഡിയൻസ് ഡെഫിനിഷൻ. ബുക്കിൽ എഴുതാം, ഓഡിയൻസ് ഡെഫിനിഷൻ. 2, എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട്. ഓഡിയൻസ് ഡെഫിനിഷൻ, എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട്. അത് രണ്ടും എഴുതിയെടുക്കാം. രണ്ടും എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ബഡ്ജറ്റ് കൊടുക്കാം. കണ്ടോ? ഇതും സ്ട്രാറ്റജിയാണ്. എത്ര ബഡ്ജറ്റ് ഇടണം? ഇവിടെയാണ് അതിന്റെ ഗെയിം ഇരിക്കണേ. ഇത് അറിയണമെങ്കിൽ ഇവിടെ എങ്ങനെ ബഡ്ജറ്റ് കൂട്ടണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്തുകൊണ്ട് സംഭവിക്കുന്നത്, നിങ്ങൾ എത്ര എൻക്വയറി കൊണ്ടുവന്നു, ഈ എൻക്വയറിയിൽ നിന്നും നിങ്ങൾക്ക് എത്ര ബിസിനസ് ഉണ്ടായി എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇവിടെ ബഡ്ജറ്റ് കൂട്ടാൻ പറ്റൂ. ഇപ്പൊ നടക്കണമെന്നിട്ടാ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വേറൊരാൾ അവനെന്തോ കുറച്ച് ഡാറ്റ എടുത്ത് നിങ്ങൾക്ക് തരുന്നു, അവൻ അറിയുന്നില്ല ഇതിൽ എത്ര എൻക്വയറി വന്നാലും എത്ര ബിസിനസ് വന്നു, ആ ബിസിനസിന്റെ വാല്യൂ എത്രയാന്ന് അറിഞ്ഞാലാണ് നമുക്ക് അതനുസരിച്ച് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, എല്ലാം കൂടി അറിയണവനാണ് കിങ് ആണ് മേഖലയിൽ. ഇത് എല്ലാം ഞാൻ ചെയ്തതാണ്. ഒരു ക്ലൈന്റ്, ഞാൻ അതും വേണമെങ്കിൽ പറയാം, ഞാൻ എക്സാക്ട് എമൗണ്ട് ഒന്നും ഞാൻ പറയാൻ പോണില്ല. ഞാൻ അതുപോലെ തന്നെ ഒരു ക്ലൈന്റിന് വേണ്ടി കേരളത്തിൽ ചെയ്ത 1 മില്യൺ എൻക്വയറി ജനറേറ്റ് ചെയ്ത ഈ പറയുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തതാണ്. എൻ്റെ സാലറി എത്ര ഞാൻ പറയണില്ല, നിങ്ങൾക്ക് കുറച്ച് ഗസ് ചെയ്യാം. എൻ്റെ സാലറി ന്യൂയോർക്കിൽ, ഏറ്റവും എക്സ്പെൻസീവ് സിറ്റി ആണല്ലോ ന്യൂയോർക്ക് എന്ന് പറയുന്നത്. ന്യൂയോർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നേക്കാളും കൂടുതൽ സാലറി ആയിട്ട് എത്രയെന്ന് ഞാൻ പറയില്ല. ഇത്ര പൈസ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ടാണ്. ഞാൻ ഓഫീസിൽ പോകാറില്ല, ആഴ്ചയിൽ പോവും മുതലാളിയായിട്ട് ഒരു മീറ്റിംഗ് കാണും. കാരണം ഞാനാണ് അവരുടെ വെബ്സൈറ്റ് എല്ലാം ചെയ്ത്, സെയിൽസ് ടീമിനെ മാനേജ്. 100 കൗൺസിലർ ഉണ്ടായിരുന്നു, 100 പേരുടെയും പേര് എനിക്കറിയാം.
100 പേര് ആരൊക്കെ പെർഫോം ചെയ്യുന്നറിയാം. പക്ഷെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. കാരണം ഇതൊക്കെ ആപ്ലിക്കേഷൻ വെച്ച് ഇനി കാണാം. ക്ലിയർ? അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് അതായത് സ്കൈസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി അറിഞ്ഞാൽ അതിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ? അപ്പൊ ഇതാണ് ബഡ്ജറ്റ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റ് ഇടാം. 200 കിടക്കട്ടെ. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ ആരെയാണ്, ഏത് ലൊക്കേഷനിലുള്ളവരാണ് ടാർഗറ്റ് ചെയ്യണേ. ഇവിടെ ഡിഫോൾട്ട് എന്താ കിടക്കണേ? ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓഡിയൻസ് ഡെഫിനിഷനിൽ കാണിക്കും ഇന്ത്യയിൽ എത്ര ആൾക്കാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. കണ്ട 38 കോടി ജനമാണ്, 40 കോടി ജനമാണ് അപ്രോക്സിമേറ്റ് ഇന്ത്യയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ. ക്യാൻ യു ഇമാജിൻ? ജസ്റ്റ് ഇമാജിൻ ഇറ്റ്. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് 40 കോടി ജനങ്ങളുടെ അടുത്തേക്ക് ഈ ചാനൽ വഴി എത്തിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അൺബിലീവബിൾ ടെക്നോളജി ആണത്. ഇത് ഓർഗാനിക്കിൽ എത്തിക്കാൻ പറ്റില്ല. എത്തിക്കാം. ഓർഗാനിക് ഒക്കെ വെറുതെ ആണ്, ആർക്കും വേണ്ട. ഇതൊക്കെ പൈസ മുടക്കി ചെയ്ത ഒരു സെക്കൻഡ് കൊണ്ടാണ് ചെയ്തു കൊണ്ട് സാധനം എത്തി. 40 കോടിയാണ്. ഇനി നിങ്ങൾ ഇത് ഇന്ത്യ എന്നുള്ള ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കേരള എന്ന് കൊടുക്കാം. കേരള സെലക്ട് ചെയ്യുക. കേരളത്തിൽ എത്ര പേര് ഉപയോഗിക്കണമെന്ന് കാണാൻ. കണ്ട ഓഡിയൻസ് ഡെഫിനിഷൻ മാറി. ഇത് 1,51,00,000, 2 കോടി ജനങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതാണ് ഓഡിയൻസ് ഡെഫിനിഷൻ. അതുകൊണ്ട് ഞാൻ എഴുതാൻ പറഞ്ഞേ. കേരളത്തിൽ ഇത് 2 കോടി ഉപയോഗിക്കുന്നുണ്ട്, 2 കോടി ജനമുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് എത്രയാ? ഇവിടെ നമ്മൾ 200 രൂപയാണ് ഒരു ദിവസം കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ബ്രാൻഡ്, നമ്മളെ അവയർനെസ് ആണ് ചെയ്യണേ. ഡെയിലി റിസൾട്ട് എത്ര? ഏകദേശം അവർ പറഞ്ഞിരിക്കണം, എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട് 27,000 പേരുടെ അടുത്തേക്ക് ഒരു എത്താം. എത്ര രൂപ മുടക്കണേ? വെറും 200 റുപ്പീസ്. നിങ്ങളുടെ ആഡ് 1,00,000 പേരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ബഡ്ജറ്റ് കൂട്ടാം. ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ 1000 ആക്കാം. അപ്പോൾ മാറി. കണ്ടോ? ഇവിടെ ഇത് മാറി 1,26,000 ആയി. ഇത് കുഞ്ഞൊരു കാര്യമാണ്. ഇതിന് സ്ട്രാറ്റജി അറിയണം. ഇതിന് ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കണം, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താ, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താ, നിങ്ങൾ എന്താണ് ഈ ക്യാമ്പയിൻ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് പഠിക്കണമെങ്കിൽ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടായാലും പഠിക്കാൻ പറ്റൂ. എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാൻ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണമെങ്കിൽ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണം. എബ്രോഡ് ആണെങ്കിൽ അപ്പം ബഡ്ജറ്റ് ചേഞ്ച് ആവോ? അങ്ങനെയാണോ? ഇല്ല, ബഡ്ജറ്റ് ഈ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ അവിടെ കാശ് കൂടുതലനുസരിച്ച് റീച്ച് കുറയും. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഒന്നുമില്ല. സ്പെസിഫിക് ലൊക്കേഷൻ ഒക്കെ ഇടാം അല്ലേ? ഇത് ഇപ്പൊ കേരളയിൽ ഇട്ടേ, വേറെ ലൊക്കേഷൻ ഇടാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. കണ്ട? അപ്പൊ ഒന്നും കൂടി, കുറച്ചും കൂടി റീച്ച്, 2 ലൊക്കേഷനും കാണിക്കും. ഇവിടെ ഓഡിയൻസ് കൂടി. നിങ്ങൾക്ക് വേണമെങ്കിൽ കേരള വേണ്ട, കേരള ഡിലീറ്റ് ചെയ്ത് കളയാം. യുഎയിൽ എത്ര? 8,80,000 പേര് ഉപയോഗിക്കുന്നുള്ളൂ. കണ്ട്? ഇവിടെ റീച്ച് കുറഞ്ഞു. റീച്ച് കുറഞ്ഞോ? കാരണം അവിടെ എക്സ്പെൻസീവ്. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ റോഡ് വരെ ചെയ്യാം. കണ്ടോ? കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്റെ ഓഫീസിൽ ഇരിക്കുന്ന കലൂരാണ്, കലൂർ മാത്രം ടാർഗറ്റ് ചെയ്യാം. അത്ര ബ്യൂട്ടിഫുൾ ആണ്. കണ്ട? കലൂർ കേരള. അവിടെ എത്ര? 16,000 പേരായി. കണ്ടോ? അത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഇപ്പൊ നേരത്തെ ആ കുട്ടിന്ന് വന്നിട്ടില്ല, ആൾക്ക് മാറ്റിന്റെ ബിസിനസ് ആണ് പാലക്കാട്, എന്നിട്ട് മണ്ണുത്തി, അതൊരു സ്ഥലം പറയണ്ടേ. അപ്പൊ അവർക്ക് കസ്റ്റമർ പഠിക്കണം. നിങ്ങളുടെ കസ്റ്റമർ എവിടെന്നാ വരണം, അതാണ് പറഞ്ഞ അത് ഞാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് പഠിക്കണം. അല്ലാണ്ട് ഓടിച്ചെന്ന് ഇവിടെ ചെയ്യുന്ന പറയുമ്പോ ക്യാമ്പയിൻ ആണോ, ശരി ചെയ്യാം, അങ്ങനെ അങ്ങോട്ട് ചെയ്യണം. അതല്ല, കൃത്യം പഠിക്കണത്. ആരെയാണ് ടാർഗറ്റ് ചെയ്യണത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, ഇത് കൃത്യമായി പഠിക്കണം.
അത്ര ബ്യൂട്ടിഫുൾ സിസ്റ്റമാണ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓഡിയൻസ് ഡെഫിനിഷൻ, എസ്റ്റിമേറ്റഡ് റിസൾട്ട്, ലൊക്കേഷൻ, ബഡ്ജറ്റ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ചോദിച്ചോളൂ നിങ്ങൾ. ഇനി നിങ്ങൾക്ക് എവിടെ ന്യൂയോർക്കിൽ നിന്ന് റിസൾട്ട് വേണോ, UK വേണോ, അമേരിക്കയിൽ കാലിഫോർണിയയിൽ നിന്ന് വേണോ, എവിടെ നിന്ന് വേണോ ഇവിടെ ഇട്ടാൽ മതി. നമുക്ക് നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് ലോകത്ത് എവിടെ നിന്നും ഇത് അങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിരിക്കണം കയ്യിലുണ്ടാവണ്ടേ. ഞാനതാ ഞാൻ റൂമിൽ ഇരുന്നിട്ട് എൻ്റെ റൂമിൽ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ ചെയ്തേ. എൻ്റെ വീട്ടിലിരിക്കണു, അടുത്ത ആഴ്ച വീട്ടിലിരിക്കണം, അടുത്ത ആഴ്ച ഞാൻ ഗൂഗിളിന്റെ ഓഫീസിൽ പോകണു, അത് കഴിയുമ്പോൾ ലിങ്ക്ഡിന്റെ ഓഫീസിൽ പോകണു, വീണ്ടും വന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വിദേശത്ത് പോകണു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണു, അമേരിക്കയിൽ പോകണു, തിരിച്ചു വന്നു, ഇവിടെ പോകണു, തിരിച്ചു വന്നു. നാട്ടുകാർക്ക് വിചാരിക്കും ഇവന് എന്നിട്ട് പരിപാടി കള്ളക്കടത്താന്ന് വരെ വിചാരിച്ചു. പിന്നെ ഞാൻ പയ്യ ഓഫീസിലേക്ക് മാറി, കാരണം നാട്ടിൽ നിന്ന് പയ്യ മാറി, ആൾക്കാർക്ക് എന്നിട്ട് പരിപാടി വിചാരിച്ചു. അതാണ് വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാന്ന് പറയുന്നത്. അത്ര നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ലോകത്തിന്റെ 175 രാജ്യങ്ങളിലേക്ക് നിങ്ങളുടെ ആഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് വരുത്തിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ സുൽഫി ഗൾഫിൽ നിന്നാണ് എന്റെ ആഡ് കണ്ടുവന്നത്. എന്റെ പഴയ ബാച്ചുകളിൽ നിന്ന് എല്ലാ ഗൾഫ് കൺട്രിയിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞതിന് മുന്നത്തെ ബാച്ചിൽ UK ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ ബാച്ചിൽ കാനഡയിൽ നിന്നുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് എല്ലാ ഗൾഫ് കൺട്രിയിലും എപ്പോൾ ഉണ്ടാവുന്നതാണ്. ഈ ലൊക്കേഷൻ കൊടുക്കുന്നതിന് ലിമിറ്റ് ഒന്നും ഇല്ല അല്ലേ? നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ എനിവേർ. അതാണ് നിങ്ങളത് ആ പൊട്ടൻഷ്യൽ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മറ്റേ ഈ ഓർഗാനിക്കിനെ കുറിച്ച് ഞാൻ ബഡ്ജറ്റിൽ വ്യത്യാസം വരും സർ? ബഡ്ജറ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും കൊടുക്കാലോ. പൈസ ഉണ്ടോ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ക്ലിയർ? ഇനി ഞാൻ ഇതിന്റെ കുറച്ച് അടുത്തടുത്ത ലെവൽ പറയാനിപ്പോ ഏറ്റവും ബേസിക് നിങ്ങൾക്ക് ഒരു ബേസിക് അവയർനെസ് കിട്ടാനോ ഐഡിയ കിട്ടാനോ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടാനാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയണത്. ഇപ്പൊ നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു, ക്യാമ്പയിനിലാണ് ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുക. കണ്ടോ ഇവിടെ ക്യാമ്പയിൻ, അവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തു. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അവയർനെസ്. ആഡ് സെറ്റിലാണ് എന്ത് കൊടുക്കണേ? ലൊക്കേഷനും ബഡ്ജറ്റും കൊടുക്കുന്നത് ആഡ് സെറ്റിലാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് അതിന്റെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എന്താണ് ക്യാമ്പയിൻ, എന്താണ് ആഡ് സെറ്റ്. ആഡിലാണ് നമ്മൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ആഡിലാണ് നമ്മൾ ആഡ് കൊടുക്കുക. ഈ കൊടുക്കുന്ന ആഡാണ് ആ ലൊക്കേഷനിൽ കാണിക്കുക. സ്റ്റെപ്പുകൾ മനസ്സിലായോ? ആഡ് സെറ്റ്, ക്യാമ്പയിൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഫേസ്ബുക്ക് പേജ് സെലക്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് ഇവിടെ കണ്ട ക്രിയേറ്റ് ആഡ്. നമ്മൾ ഇവിടെ ഇതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ. ക്രിയേറ്റ് ആഡ്, സിംഗിൾ ഇമേജ് ഓർ വീഡിയോ. നിങ്ങൾ എന്റെ കണ്ടത്, സുൽഫിയും ഹൃത്തിക്കും കണ്ടത് എന്റെ വീഡിയോ ആഡ് ആണ്. നമുക്ക് ഇമേജ് ഓർ വീഡിയോ ആഡ് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഞാനത് ഇത് സിംഗിൾ ഓർ ഇമേജ് വീഡിയോ ആഡ് സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ താഴേക്ക് വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റീവ് ആഡ് ഉണ്ടോ? ഇമേജ് ആഡ് ആൻഡ് വീഡിയോ ആഡ്. നമുക്ക് വേണമെങ്കിൽ ഇമേജ് ആഡ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാം. അതായത് ഇവിടെ എന്നെ കാണിച്ച് നിങ്ങൾ ആഡിന്റെ മുകളിൽ കാണിക്കുന്നതാണ് പ്രൈമറി ടെക്സ്റ്റ്. ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ്. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. അടുത്തതാണ് ഇമേജ്. നമ്മുടെ ഇമേജ് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജ് എനിക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്. ഇത് നമ്മുടെ എങ്ങനെയൊക്കെ എല്ലാ സൈസിലും കാണിച്ചേക്കുന്നതാണ്. നെക്സ്റ്റ്. ഇത് AI കാണിച്ചിരിക്കുന്നത് വേണമെന്നില്ല. രണ്ടടിക്കുക. കണ്ടോ? ഇത്ര ഉള്ളു പരിപാടി. ഇങ്ങനെയാണ് നിങ്ങൾ ആഡ് കാണുന്ന സ്ക്രീനിൽ. ഇങ്ങനെയല്ലേ ആഡ് കാണാം? ശരിയാണോ? ഇവിടെ പ്രൈമറി ടെക്സ്റ്റ് വന്നു, ഇവിടെ ഇമേജ് വന്നു, ഈ പറയുന്ന ഓഡിയൻസ് നമ്മുടെ ആഡ് കാണും. ഇത് അവയർനെസ് ക്യാമ്പയിൻ ആണ്. അതിനുശേഷം എന്ത് ചെയ്യണു? പബ്ലിഷ് അടിക്കണു. ക്യാമ്പയിൻ ലൈവ്. അവർ ചെക്ക് ചെയ്യും, അപ്രൂവ് ചെയ്യും,
campaign will go live. ഇനി നമുക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യാം. അതാണ് ഞാൻ നിങ്ങളെ ഇവിടെ ആഡ് സെറ്റ് ക്യാമ്പയിൻ. ഇവിടെ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പയിൻ കാണാം. ഇപ്പൊ എൻ്റെ 2 ക്യാമ്പയിൻ ലൈവ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ട ടെസ്റ്റിംഗ് ക്യാമ്പയിൻ ഉണ്ട്. ക്യാമ്പയിൻ ലൈവ് ആണെങ്കിൽ ഇവിടെ ബ്ലൂ കാണും. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഓഫ് ആവും. അപ്പൊ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓഫായി. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്ലെക്സിബിൾ ആന്ന് പറയുന്നത്. ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് സൂപ്പർ. ട്രഡീഷണൽ വേണം, നമ്മളൊരു ആഡ് പേപ്പറിൽ ഇട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ക്യാമ്പയിന്റെ പേജിലാ. അതാണ് ഇവിടെ ക്യാമ്പയിൻ സെലക്റ്റഡ്. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പേജ് പോകും? ആഡ് സെറ്റ് പേജ് പോകുന്നു. നമ്മുടെ ആഡ് സെറ്റ് സെലക്റ്റഡ്. അപ്പൊ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എഡിറ്റും വേണ്ട, എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് തോന്നാണ് എനിക്ക് ഒരു ലൊക്കേഷനും കൂടി ആഡ് ചെയ്യണം, നിങ്ങൾക്ക് തോന്നാണ് എൻ്റെ ബഡ്ജറ്റ് 1500 ആക്കണം, കാരണം ക്ലയന്റിന് റിസൾട്ട് ഉണ്ട്, ക്ലയന്റിന്റെ അടുത്ത് പെർമിഷൻ കിട്ടി, ക്ലയന്റ് പറഞ്ഞു ഒന്നും കൂടി ബഡ്ജറ്റ് കൂട്ട്, നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടല്ലോ, കുറച്ചും കൂടി റിസൾട്ട് വരട്ടെ. അത് കഴിഞ്ഞപ്പോൾ പറയാണ് ഇപ്പൊ കേരളത്തിൽ മാത്രമേ റിസൾട്ട് ഉള്ളൂ, നമുക്ക് വേണമെങ്കിൽ ദുബായിൽ കൂടി ഒന്ന് ഇട്ട് നോക്കാം, അവിടെ നിന്ന് വരാൻ നോക്കപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ദുബായ് വേണമെങ്കിൽ ദുബായ് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ക്ലയന്റ് പറയാണ് ഖത്തർ ടാർഗറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അത് നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാം, വീണ്ടും പബ്ലിഷ് അടിക്കാം. അതാണ് ആഡിന് ഒപ്റ്റിമൈസ് ചെയ്യാം. ഇതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും? ഇതിന് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സെയിൽസ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വന്ന എൻക്വയറിന്ന് എത്ര ഡേറ്റ വന്നിടുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നിങ്ങൾ ഇത് ചെയ്തു, ഇനി നിങ്ങൾക്ക് വീണ്ടും ആഡ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും നിങ്ങൾ ആഡ് സെറ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് വരും, കണ്ടോ? ഇതും എഡിറ്റുമ്പോൾ ക്ലിക്ക് ചെയ്യാം. എഡിറ്റുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൈമറി ടെക്സ്റ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ താഴേക്ക് വരാം, പ്രൈമറി ടെക്സ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ നൗ, അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, വീണ്ടും പബ്ലിഷ് അടിക്കുക. അതിനാണ് ഒപ്റ്റിമൈസ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഈ ടേമുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, കാരണം ഇത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ടേമുകളാണ്. ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ്സ്. ഇത് നിങ്ങൾ മണിക്കൂറുകൾ എടുത്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വരൂ. കണ്ടോ? ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ്, ക്യാമ്പയിൻസ്. ഇത് നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് തന്നെ ചെയ്യണം, അല്ലാണ്ട് വേറെ നോക്കി നിൽക്കരുത്. മണിക്കൂറുകൾ ചെയ്താൽ കിട്ടൂ. അതേപോലെ ക്യാമ്പയിൻ വീണ്ടും നമ്മൾ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് സെറ്റ് ഓപ്പൺ ആവും, വീണ്ടും ആഡ് സെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ഓപ്പൺ ആവും. ഇത് അൺചെക്ക് ചെയ്യാം, കണ്ടോ? അതേപോലെ ഇത് അൺചെക്ക് ചെയ്യാം, വീണ്ടും ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ ക്യാമ്പയിൻ, വീണ്ടും നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റീവാണ് വേണം. ഇപ്പൊ നിങ്ങൾ അവയർനെസ് ചെയ്താൽ മതി, ബാക്കി ചെയ്യേണ്ട കൺഫ്യൂഷൻ പോലെ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ഐഡിയ കിട്ടിയോ? കുറച്ചൊരു ഐഡിയ കിട്ടിയോ? ഇതിന്റെ ആ ഡെപ്ത് മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ട് ഡിലീറ്റ് ചെയ്യാം ക്യാമ്പയിൻ. ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കണ ക്യാമ്പയിൻസ് ഉണ്ടോ? ഞാൻ ഓൾ ടൈം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാണിച്ചു തരാൻ. കണ്ടോ? ഓൾ ടൈം എടുത്താൽ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. വേണ്ട, ഇതൊക്കെ ക്യാമ്പയിന്റെ റിസൾട്ടും ഇതാണ്. കണ്ടോ? ഒരു ക്യാമ്പയിൻ 2 ക്യാമ്പയിൻ അല്ല. എൻ്റെ അടുത്തൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് എത്ര നമ്പർ? 1 crore 2 lakhsോളം ഇംപ്രഷൻ തന്നെ ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഓക്കെ, ഇതുപോലെ തന്നെ എനിക്ക് പല അക്കൗണ്ട് ഉണ്ട് കേട്ടോ. എന്താണ് അക്കൗണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അടുത്ത ആഡ്സ് എനിക്ക് ഒരുപാട് അക്കൗണ്ടുകൾ ഉള്ളതാണ്.
അത് ഒരു സർ അക്കൗണ്ടാണ്. അവിടെ റിസൾട്ട്, റീച്ച്, ഇംപ്രഷൻ അങ്ങനെ കാണിക്കുന്നുണ്ടോ? റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര പേര് ക്ലിക്ക് ചെയ്തു അതൊക്കെ എന്നുള്ളതാണ്. അത് ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരാം. ഓക്കെ. എനിക്ക് ആദ്യം ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അത് കിട്ടണം. എനിക്ക് അതിനൊരു മോഡൽ അറിയാം, നിങ്ങൾ എങ്ങനെയാണ് എക്സ്പെർട്ട് ആക്കുന്നത്. നിങ്ങൾ അതിലേക്ക് ഇപ്പൊ നോക്കണ്ട, നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ. ഞാൻ നിങ്ങൾക്ക് ലൈവ് റിയൽ സാധനം തന്നെ കാണിച്ചു തരാം. അതൊക്കെ എല്ലാം കാണിച്ചു തരും. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ബേസ് ഉണ്ട്. ആ ബേസ് പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെ പോയാലും ചെയ്യാം. നിങ്ങൾ വേറെ ലെവലിലേക്ക് പോകും നിങ്ങളെല്ലാവരും. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പറയാം. എൻ്റെ അടുത്ത് ഒരു ട്രെയിനർ, നിങ്ങൾ വിശ്വസിക്കില്ല, ഒരു പെൺകുട്ടിയാണ്, ജീവിതത്തിൽ ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ട്രെയിനറായിട്ട് വന്ന ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ കുട്ടി ക്ലാസ് എടുക്കും. ആ കുട്ടിയുടെ ക്ലാസ്സിനെ കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല. കാരണം കുട്ടികൾക്ക് അറിയില്ല ശരിയേതാ തെറ്റേതാണ്. ഓക്കെ, ആ കൊച്ചു ഇത്തേ വരെ വേറെ തിയറിയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ തന്നെ ഫാക്കൽറ്റി ആയിരുന്നു. ഞാൻ UK ആയിരുന്നപ്പോൾ ഇവിടുത്തെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു പരാതി ആ കുട്ടീനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അത് ആൾക്കാർക്ക് ശരി തെറ്റേതെന്ന് അറിയില്ല. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് ഒരു അക്കൗണ്ട്, ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ഓഡിയൻസ് റീച്ച്, അതേപോലെ എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട് ഉണ്ട്. അതൊക്കെ വരെ കാണാം. നമ്മൾ ഇത്ര മുടക്കിയാൽ ഇത്ര റിസൾട്ട് കിട്ടുന്ന കാണിക്കുകയാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം നോക്കി. ഇത്രയും ചെയ്ത് ഇത്രയും കിട്ടും, ഇതാണ് മുടക്കണ്ടേ. 100% ആക്യുറസി ഇല്ലെങ്കിൽ ഏകദേശം അത് നമുക്കൊരു ഐഡിയ കിട്ടാണ്. ആക്യുറസി റീച്ചിനൊക്കെ ഉണ്ടെങ്കിൽ റിസൾട്ടിനെ കുറിച്ചൊരു ആക്യുറസി ഇല്ല. ഇത്തരം ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്കോപ്പ് മനസ്സിലായോ? എനി ഡൗട്ട്? ഇല്ല സർ, ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. ചെയ്ത് നോക്കണം, ചെയ്തിട്ട് വേണം പറയാം. ഞാൻ സാധാരണ ഇങ്ങനെ എടുക്കുമ്പോൾ ചെയ്യിപ്പിക്കരുത്. ഞാനൊരു ക്യാമ്പയിൻ എടുത്ത് നിങ്ങളിത് ചെയ്യിപ്പിച്ചിട്ടാണ് അടുത്തെടുക്കുക. നിങ്ങൾ ആരും ലാപ്ടോപ്പ് ഇട്ടിട്ടില്ലല്ലോ. എൻ്റെ അടുത്ത് ഇങ്ങനെ വരാറില്ല പിള്ളേർ കേട്ടോ. ഇങ്ങനെ ഞാൻ മൊബൈൽ കേൾപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എല്ലാവരും ക്ലാസ് എടുക്കുമ്പോൾ ലാപ്ടോപ്പ് ഉണ്ടോ എന്ന് ഫസ്റ്റ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഓഫ്ലൈനിൽ പോകരുതെന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓഫ്ലൈനേക്കാളും കൂടുതൽ ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ലാപ്ടോപ്പായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഈ സാധനം നിങ്ങളെ കൊണ്ട് ഞാൻ എടുത്ത് ചെയ്യിപ്പിക്കും. നിങ്ങൾ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ എക്സ്പെർട്ട് ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, ക്ലിയർ ചെയ്യുന്നു, പോകുന്നു. നിങ്ങൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോണേ. കാരണം ഇതൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കിലൂടെ കിട്ടക്കെന്ന് എനിക്ക് പഠിപ്പിച്ചു പോകാൻ അറിയാതെ. ചിലർ കുറെ സമയം എടുത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കി തരും. ഞങ്ങളുടെ ടെക്നിക്കിലൂടെ എന്താണ് ബേസ് അറിഞ്ഞ് ഇനി നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു ക്യാമ്പയിൻ ചെയ്യിപ്പിച്ചാൽ. അപ്പൊ ഇത് നിങ്ങളെല്ലാവരും ഇത് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്? സർ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യം ഒരു ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ, ആർട്സ് മാനേജറിൽ പോയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട്. അതേ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്താൽ അത് വരുമ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇതേപോലെ വരും. ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ക്രിയേറ്റ് പഠിക്കുക. ആ ഒരു 2 സ്റ്റെപ്പ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് വരാം കേട്ടോ. അത് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റക്ക് ആവണോ, നമ്മുടെ അടുത്ത ക്ലാസ്സിൽ സെറ്റ് ആക്കുന്നത്. ഡോണ്ട് വറി, അതൊന്നും ഒരു പ്രശ്നമില്ല. കുഞ്ഞു കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളോട് ചെയ്തിട്ട് പോകുള്ളൂ. എല്ലാവരെയും ഞാൻ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോകുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും നോക്കിയിട്ട് വരിക. അതിന്റെ റെക്കോർഡ് ഇന്നലെ അയച്ചുതരാം. സാറ്റർഡേ സൺഡേ നിങ്ങൾ നല്ല രീതിയിൽ ടൈം യൂട്ടിലൈസ് ചെയ്യുക. നമുക്കപ്പം മൺഡേ കാണാം. വേറെ ഒന്നുമില്ലല്ലോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ ഒരു കാര്യം കൂടി, ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഒരു വട്ടം ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്ത് തന്നെയാണോ ഇൻസ്റ്റാഗ്രാമിൽ റൺ ചെയ്യുക, അത് സെപ്പറേറ്റ് ആണോ? ഒക്കെ ഇതിൽ തന്നെ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. നല്ല ചോദ്യം. എങ്ങനെയാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ് ഒക്കെ ഒന്നാണ്. ഞാൻ അതിലേക്ക് നിങ്ങൾ പറയാത്ത, ഞാൻ നിങ്ങൾ തുടക്കം അത് കൺഫ്യൂസ് ചെയ്യാത്ത ഞാൻ. നിങ്ങൾക്ക് ബേസ് ക്ലിയർ ആയി ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ടക്കേന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ആ സ്പീഡിലാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോ ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കും. നിങ്ങൾ തന്നെ ചോദിക്കും ഇത്ര ഉള്ളൂ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ബേസ് ഞാൻ നിങ്ങളെ സ്ട്രോങ്ങിന് കൊണ്ടുവന്നത്. എന്താണ് ഒബ്ജക്റ്റീവ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ക്യാമ്പയിൻ, ആഡ് സെറ്റ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിങ്ങൾ കൺഫ്യൂഷൻ വരുന്ന ഈ ഏരിയ. അത് നിങ്ങൾ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ടക്കടക്കേന്ന് പോകും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ ഇതിലൂടെ തന്നെ ചെയ്യണം. അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ കാണിക്കും. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് മൺഡേ കാണാം. താങ്ക് യു.